السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم رغم أنف رجل ذكرت عنده فلم يصلي علي ورغم أنف رجل دخل عليه رمضان ثم انسلخ قبل أن يغفر له ورغم أنف رجل أذكر عنده أبواه الكبر فلم يدخلاه الجنة رواه الترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ചോദിച്ചാൽ ഏതൊരു ചെറിയ കുഞ്ഞും പറയും റഹ്മത്തുൽ ലിൽ ആലമീൻ. അദ്ദേഹം ലോകത്തിന് കാരുണ്യമായി നിയുക്തനാക്കപ്പെട്ട പ്രവാചകനാണ്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ശാപത്തിൻ്റെയോ അതല്ലെങ്കിൽ ശകാരത്തിൻ്റെയോ ഒന്നും ഒരു വാക്ക് പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ശത്രുക്കളായ ആളുകൾക്ക് പോലും എടുത്തുദ്ധരിക്കാൻ കഴിയാത്ത ആ അനുപമമായ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പറയും നമുക്കൊക്കെ അറിയാം. ത്വായിഫിൽ കാലിന് ചില മർമ്മമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഭാഗം, മറ്റൊന്ന് കണ്ണിക്കാല് എന്നൊക്കെ പറയുന്നത്. പഴയകാലത്ത് അമ്പും വില്ലും അതുപോലെയുള്ള ബോംബും തോക്കൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കല്ലുപയോഗിച്ചാണ് പലതും നേടിയെടുക്കാറുള്ളത്. വേട്ടയാടാൻ കഥ. ഇത് ശരിയായി എറിയാനറിയുന്ന എയിമുള്ള ആളുകളായിരുന്നു ത്വായിഫിലുള്ള ആളുകൾ. റസൂലുള്ളാഹിന്റെ കാലിൻ്റെ കണ്ണിക്കെറിഞ്ഞു, പ്രയാസപ്പെടുത്തി, ചോര ഒലിച്ച് അതിങ്ങനെ തടവിയിട്ട് വരുന്നൊരു ഘട്ടം. അതുപോലെ മുൻപും പ്രവാചകന്മാർ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് പോലും ആ നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അവസ്ഥയും അവസരവും സംജാതമായപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവരെ വിട്ടേക്കുക എന്നുള്ളതായിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വന്ന 3 ശാപവാക്കുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ഹദീസിലുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തുർമുദി രേഖപ്പെടുത്തുന്ന, മുസ്ലിം രേഖപ്പെടുത്തുന്ന വ്യത്യസ്തമായ ഹദീസുകളിലൂടെ, പരമ്പരകളിലൂടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അതിന്റെ ഗൗരവം അത്രയുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ മനുഷ്യൻ റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യന്റെ മൂക്ക് നശിക്കട്ടെ എന്നാണ് അറബികളുടെ ഒരു ശൈലിയാണ്. അത് ഒരാൾ തൊലയട്ടെ, നശിക്കട്ടെ എന്നൊക്കെ പറയുന്നതിന് പകരം അവരുപയോഗിക്കുന്ന ഒരു രൂപമാണത്. ഒരാളുടെ മൂക്ക് നശിക്കട്ടെ. അതാരാ? റുക്കിർതു, അയാളെ സംബന്ധിച്ച് എന്നെ അയാളുടെ അരികിൽ സ്മരിക്കപ്പെട്ടു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തി. ഫലം യുസല്ലി അലയ്യ, എന്നിട്ട് എൻ്റെ മേൽ സ്വലാത്ത് പറഞ്ഞില്ല അയാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്. ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ പോലും അയാളുടെ മനസ്സിലെങ്കിലും അത് ഉണ്ടാകണം. അതിന് പോലും മെനക്കെടാത്തൊരു വ്യക്തിയിൽ അവൻ തൊലയട്ടെ, നശിക്കട്ടെ എന്നാണ് ഒന്നാമത്തെ ആളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമത്തേത് വറഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ, അയാളിൽ റമളാൻ കടന്നു വന്നു. എന്നിട്ട് അത് വിട പറയുകയും ചെയ്തു. ഖബല അൻ യുഗ്ഫറ ലഹു, അദ്ദേഹത്തിന് പുറത്ത് കിട്ടുന്നതിന് മുമ്പ്. അതിനൊക്കെ സമയം കിട്ടിയില്ല, വേറെ എന്തൊക്കെയോ മശൂലായിരുന്നു. ഒന്ന് ഇത്തികാഫ് ഇരിക്കാനോ അല്ലെങ്കിൽ റമളാന്റെ രാത്രിയിൽ മറ്റ് ആളുകളോടൊപ്പം തറാവീഹ് നിസ്കരിക്കാനോ 5 നേരത്തെ ജമാഅത്തിൽ പങ്കെടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. എന്തായിരുന്നു? അവിടെ കടണ്ട്, ഇവിടെ ജോലിയുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്, ഓടി തളർന്ന അവസാനം എന്തിനപ്പോ ഓടിയെന്നറിയോ? ഷവ്വാല് 1 ആകുമ്പോഴത്തേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി, പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി. അതോടി കഴിയുകയും ചെയ്തു. റമളാൻ കിട്ടിയോ? ഇല്ല. ഉറക്കം കിട്ടിയോ? ഇല്ല. പട്ടിണി കിടന്നോ? ഉണ്ട്. എന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ദാഹം കിട്ടിയോ? ഇല്ല. റസൂലുള്ളാഹി പറഞ്ഞേ കണ്ണും എത്ര നോമ്പുകാരാണ്. ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ലമഉ വലൈസ ലഹു ഖിയാമിഹി ഇല്ലസ് സഹറു. രാത്രി ഒന്ന് നിസ്കരിച്ചുകൊണ്ട് ഉറക്കം പോയി, പകലുള്ളതുകൊണ്ട് വിഷമം കിട്ടിയെന്നല്ലാതെ വേറൊന്നും കിട്ടാത്ത എത്ര മനുഷ്യന്മാർ. അതിൽ കിട്ടേണ്ടത് ഒന്ന് മഗ്ഫിറത്താണ്, പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളതാണ്, തഖ്വ ഉണ്ടാകുക എന്നുള്ളതാണ്.
അതൊക്കെ ഉണ്ടാക്കാൻ കഴിയാതെ ഒരു റമളാനിനെ അങ്ങനെ ആ ഒരു മാസത്തിന്റെ അതേ സ്പീഡിൽ അത് പോയി, അതിൽ നിന്നൊരു പ്രയോജനം ഇയാൾക്ക് കിട്ടിയില്ല എങ്കിൽ അയാളും നശിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വറഅമ അൻഫു റജുലിൻ, മറ്റൊരു മനുഷ്യൻ അദ്റക ഇൻദഹു അബവാഹുൽ കിബർ, പ്രായാധിക്യം എത്തിയപ്പോൾ, അതുവരെയൊക്കെ എല്ലാവർക്കും പറ്റിയ സിംല ആപ്പിൾ പോലെയുള്ള നല്ല മാതാപിതാക്കളൊക്കെ കണ്ടാൽ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാനും ആറ്റോടത്തേക്ക് പോകാനും ഇങ്ങോട്ട് വരാനൊക്കെ ഭയങ്കര, കാരണം വാപ്പാൻ്റെ അടുത്ത് കാശുണ്ട്, ATM കാർഡുണ്ട്, ഉമ്മാന്റെ ചിറ്റ് ഇത് മുതൽ ഇതുവരെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, കഴുത്തിൽ മാലുണ്ട്, 10 വിരലിൽ മോതിരണ്ട്, നല്ല ലംഘുന്ന മനോഹരമായ സുന്ദരിയായ ഉമ്മയാണ്, കൊണ്ടുവച്ച് നടക്കും. തുപ്പിയിട്ട് ഇങ്ങനെ തുപ്പല് പോയിട്ടില്ല, ചെറിയ കൂടെ അങ്ങനെ ഇടിച്ച് താടിമ്മ കൂടെ അങ്ങനെ ആയി കുപ്പായത്ത് കൂടെ, അതിനെ പിന്നെ പറ്റൂല. കോളാമ്പി കിണ്ടിയൊക്കെ ഉണ്ടായിരുന്ന പഴയ കാലത്ത് എന്ന പോലെ ചളുകി കഴിഞ്ഞാൽ മെല്ലെ മൂലക്കാണ് മാറ്റി വെച്ച്, പിന്നെ തിരിഞ്ഞു നോക്കൂല. മക്കൾ ഒന്ന് അന്റാർട്ടിക്കയിൽ, 2 അമേരിക്കയിൽ, മറ്റൊന്ന് സ്വിറ്റ്സർലൻഡിൽ, മറ്റൊരു അയർലൻഡിൽ, 4 ദുബൈയിൽ, 2 സൗദിയിൽ, ഒരൊറ്റ ഒന്നുമില്ല. പിന്നെ എപ്പോഴാണ് വരുന്നത്? എല്ലാവർക്കും എപ്പോഴാണ് ടിക്കറ്റ് കിട്ടുക? ടിക്കറ്റ് എപ്പോഴാണ് കിട്ടുക? മരിച്ചു എന്നുള്ള കമ്പി, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, കമ്പി അടിക്കുക. ഇപ്പൊ ഫോണാണ്. മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ പാറി വരും, അല്ലെ? തരിശായ ഭാഗത്ത് കഴുകനൊക്കെ വന്നിരിക്കണത് അവർക്ക് എന്തും തിന്നാൻ കിട്ടുന്നില്ല എന്നതുപോലെ ഇതിന്റെ കാറ്റും വീപ്പും അടങ്ങി ഇതിന് പള്ളിക്കാട്ടിൽ എടുക്കാനായി എന്ന് കണ്ടാൽ പിന്നെ എല്ലാവരും എത്തി. ഇങ്ങനെ ഒരു മാതാപിതാക്കളെ കിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയും ഫലം യുദ്ഖിലാഹുൽ ജന്ന, അവർ രണ്ടുപേരും ഇയാളെ സ്വർഗത്തിലാക്കിയില്ല. ആ മാതാപിതാക്കൾ ഇയാളെ സ്വർഗത്തിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ ആ ഉമ്മാനും ഉപ്പാനെയും വേണ്ട രൂപത്തിൽ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും ഇവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവരുടെ മേലും അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ ഏറ്റവും സവിശേഷമായ ഒരു കാര്യമാണ് റമളാൻ എന്നുള്ളത്. ഈ സാന്ദർഭികമായി കൂടി സൂചിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ലക്ഷ്യമാണോ റമളാനിലൂടെ നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ലക്ഷ്യപൂർത്തീകരണത്തിൽ എത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ പദപ്രയോഗം തന്നെ അങ്ങനെ, റമളാൻ എന്നുള്ള കരിച്ചു കളയുന്നത് എന്നാണ്. ഈ ഭൂമിയിൽ മുളച്ചു പൊങ്ങിയ പാപത്തിന്റെ നാളങ്ങൾ മുഴുവൻ കരിച്ചു കളയാൻ ഈ റമളാൻ സാധ്യമാകണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു ഇരുലോകത്തും പുറത്തും മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായാധിക്യവും പ്രയാസങ്ങളുമായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് അവരവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലം അവന്റെ ഖൈറും ബർക്കത്തും നൽകി നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ മുത്തഖീകളായി തുടരാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞു പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.